അത് ഈ കോൺഫറൻസ് കോളിലൊക്കെ ദേ ഷെയിം യു ഇൻ ടു ഡൂയിങ് തിങ്സ്. അങ്ങനെയാണ്. സ്വന്തം വീട്ടിൽ പാത്രം കഴിയിട്ടില്ല, അപ്പം അവിടെ പോയിട്ട് പാത്രം കഴുകുന്നു, മറ്റേ ഫുഡൊക്കെ പിടിച്ച് ആൾക്കാരുടെ മുന്നിൽ മാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി സറിയൽ എക്സ്പീരിയൻസ്. ഭയങ്കര ഷോക്കായി. ദേ ആക്ച്വലി വെന്റ് ഇൻ ഡിപ്രഷൻ. ഇറ്റ് വാസ് ബേസിക്കലി ലൈക്ക് അപ്പം ആ മാൻ ഓഫ് ദ എന്ന് പറയുന്ന ഒരു കിങ്ഡം, ഒരു ഈ പറയുന്ന പോലെ ഒരു ക്രൗൺ എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച്, മോനെ നീ അതിനെ നോക്കുക എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിള്ളേർ കരയാന്ന് പറഞ്ഞാൽ പറ്റില്ലോ, അതൊരു പ്രത്യേക ഫീലിംഗാണ്. ഇറ്റ് വാസ് വെരി ഇമോഷണലി ഡ്രെയിനിങ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മെയ്ഡ് മീ റിയലി സ്ട്രോങ്. സ്ക്വയർ ഫീറ്റ് 150 രൂപ റേറ്റുള്ള സ്ഥലത്ത് ഈ ട്രിവാൻഡ്രത്ത് നടക്കുമെന്ന് ഇതിന് ആരെ ഈ ഒരു തുണിക്കട തുടങ്ങാനെന്നൊക്കെ ഞങ്ങളതാ 3 ദിവസം കഴിയുമ്പോൾ പൂട്ടിപ്പൊക്കളും എന്നൊക്കെ പറഞ്ഞു. എസ്പെഷ്യലി ആസ് മെൻ വി ഡോണ്ട് കം ഇൻ ദിസ് വേൾഡ് വിത്ത് എനി വാല്യൂ. നമ്മളത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് മെൻ ഇൻ മൈ ഫാമിലി, ഇൻ മൈ സർക്കിൾ suffering because they haven't made money. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഇന്ന് പുതിയ തലമുറയായ ജെൻസിയിലാണ്. ഇന്ന് തൊഴിൽശാലകളിലും സംരംഭത്തിലുമൊക്കെ നിങ്ങൾ കാണുന്ന യൂത്ത്, ന്യൂ ജെൻ അഥവാ ജെൻസി 1995-96 ശേഷം ജനിച്ചവരെയാണ് നമ്മളിങ്ങനെ ഓമന പേരിട്ട് വിളിക്കുന്നത്. പലപ്പോഴും ഇതിന് മുന്നേയുള്ള ജെൻ എക്സും ജെൻ വൈയും പല തലമുറയ്ക്കും ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു? ഇവർ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ആസ് എ ബിസിനസ് കോച്ച്. എന്നിരുന്നാലും പുതിയ തലമുറയിലുള്ളവർ സംരംഭത്തിലേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതൊരു സത്യവുമാണ്. ഞാൻ ഇന്ന് സ്പാർക്കിലൂടെ പരിചയപ്പെടുത്തുന്നത് അത്തരം ഒരു യുവ സംരംഭകനെയുമാണ്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിലുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി, നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചത് ആണോ നമുക്ക് പരിശോധിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില തിരിച്ചറിവുകൾ, വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരിക, ജെൻസി എങ്ങനെ ചിന്തിക്കുന്നു, ഇതറിയണമെങ്കിൽ ഈ ഇൻ്റർവ്യൂ മുഴുവനായി തന്നെ കാണുക. സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ശ്രീ കുര്യനാണ്. കുര്യൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? മണിമല എന്ന് പറയും, കോട്ടയം ജില്ലയിലാണ്. ഓക്കെ. ഒത്തിരി പേർക്ക് ആ മണിമല എന്ന് പറഞ്ഞാൽ അറിയാം. കാരണം പുതിയ എറണാകുളത്തോട്ട് പോകുന്ന റോഡ് ട്രിവാൻഡ്രത്തു നിന്നൊക്കെ പോകുന്നതൊക്കെ മെയിൻ റോഡാണല്ലോ, അപ്പം മണിമല എല്ലാവർക്കും അറിയാം. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? കോട്ടയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിങ് കോട്ടയത്തായിരുന്നു 12th വരെ. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ക്രൈസ്റ്റിലായിരുന്നു UG ചെയ്തത്, BCom. പിന്നെ UK പോയി MBA ചെയ്യാനായിട്ട് കാർഡിഫ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ. താങ്കളൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണോ? അല്ല, ഞാനൊരു അഗ്രികൾച്ചറൽ ഫാമിലിയിൽ നിന്നാണ്. നമ്മൾ അപ്പനപ്പന്മാരായിട്ട് റബ്ബർ കർഷകരാണ്. അത് ശരി. അപ്പോൾ നിങ്ങൾ റബ്ബർ മുതലാളിമാരാണ്. അതെ, മുതലാളിമാരെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം റബ്ബറൊക്കെ പണ്ട് ഭയങ്കര നല്ല ബിസിനസ്സായിരുന്നു. എൻ്റെ അപ്പനൊക്കെ പണ്ട് ഭയങ്കര നല്ല ബിസിനസ്സായിരുന്നു. പക്ഷെ എനിക്ക് 2014 ഞാൻ +2 പഠിച്ച് 2013 പെട്ടെന്നൊരു ഇടിവ് വന്നു. അതായത് 270 250 ആ ഒരു റേഞ്ചിൽ നിന്ന് നേരെ 80-70 അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ശരി. അപ്പോൾ സ്ഥലമുണ്ട്, അത് കൂടാതെ നിങ്ങൾ കെട്ടിടങ്ങളൊക്കെ പണിത്. അത് ഈ റീസെൻ്റ്ലി നമ്മൾ ആ പുതിയ റോഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ ആയല്ലോ, അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നുണ്ട്. പറ്റുന്ന പോലെ അവിടെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്കളുടെ സിസ്റ്റർ ഉണ്ടല്ലേ? എനിക്കൊരു സിസ്റ്ററുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ഓൾമോസ്റ്റ് 14 years ഡിഫറൻസ് ഉണ്ട്. അത് ശരി. അപ്പോൾ 14 വർഷം വ്യത്യാസമുണ്ട്. അത് ശരി. അപ്പോൾ താങ്കൾ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞു. താങ്കൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിസ്റ്ററിൻ്റെ മാരേജ്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ചേച്ചി കല്യാണം കഴിഞ്ഞു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു അങ്കിളായി. അപ്പോൾ കുഞ്ഞ് അങ്കിളാണ്. അതെ, അവരുടെ കൂട്ടത്തിനിടയിൽ. ഞാൻ ലിറ്ററലി ശരിക്കും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും 2 അമ്മ ഫിഗറും, എൻ്റെ അപ്പനും എൻ്റെ അളിയനും 2 ഫാദർ ഫിഗേഴ്സുമായിട്ടാണ് എനിക്ക് ഫീൽ. കാരണം അത്രയും ഏജ് ഡിഫറൻസ്. ലിറ്ററലി ഞാനും ആ 3 പിള്ളേരുമാണ് ശരിക്കും പറഞ്ഞ ഒരു എൻ്റെ 3 സിസ്റ്റേഴ്സ്, അവർക്കൊരു ബ്രദർ, അങ്കിളും കൂടി ഒരുമിച്ച് വളർന്നതായിരുന്നു. അങ്ങനെയാണ് വളർന്നതല്ലേ? അതിനോടൊപ്പം തന്നെ താങ്കൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ്. അതെ, 23ാമത്തെ വയസ്സിൽ ഞാൻ ഉറപ്പിട്ട് കഴിഞ്ഞു. 24ാമത്തെ വയസ്സിൽ ഈ പറയുന്ന പോലെ മനസ്സമ്മതം. 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 27ാമത്തെ വയസ്സിൽ അപ്പനായി. വളരെ ചെറുപ്രായത്തിൽ തന്നെ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണല്ലേ? ബട്ട്
റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്ന് എടുത്തോണ്ട് എടുത്തുകൊണ്ട് നല്ലതാണ്. നല്ലതാണ്. അപ്പോൾ കുര്യൻ, അതോടെ ചോദിക്കട്ടെ, താങ്കൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ പഴയ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയുടെ മകളാണ്, മൂത്ത മോളെയാണ് പ്രിയങ്ക. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ? ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഫാമിലി തമ്മിൽ മാരേജ്. അപ്പോൾ താങ്കൾ ഇതുപോലെ ഒരു കർഷക ഫാമിലിയിലാണെങ്കിലും താങ്കളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സിലാണ്. അതെ, ആളെയും ഇങ്ങനെ ഒരു ശരിക്കും ചെറിയ രീതിയിൽ തന്നെ പിടിച്ച് കയറി. പുള്ളിനോട് പറയായിരുന്നു പണ്ട് എയർപോർട്ട് ആദ്യമായിട്ട് അവരൊക്കെ ആലപ്പുഴ ഇപ്പോൾ എല്ലാവരും കൊയറിൻ്റെ ബിസിനസ് ചെയ്യുമല്ലോ, അങ്ങനെ ഒരു കൊയറിൻ്റെ ബിസിനസ് ആയിരുന്നു അവർക്ക്. പക്ഷേ ഹി വാസ് എ വിഷണറി. അപ്പോൾ ആ ബ്ലാക്ക് ഷീപ്പ് ഇൻ ദ ഫാമിലി എന്ന് പറയത്തില്ലേ, ഒരാൾ മതിയല്ലോ ഒരു ബ്ലഡ് ലൈൻ മൊത്തം. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പഠിക്കാനൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ പുള്ളി എയർപോർട്ടിൽ ഡിപ്പാർച്ചർന്ന് പോലും പുള്ളിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് പുള്ളി അവിടെ പോയി കഷ്ടപ്പെട്ട് ഈ പറയുന്ന പോലെ സാമ്പിളൊക്കെ ചുമന്ന് അവിടെ പോയി ക്ലയൻസിനെ കണ്ട് അങ്ങനെ ഒരു ക്ലയൻറ്റിനെ കിട്ടി. അങ്ങനെ ഈ പറയുന്ന പോലെ ഭയങ്കര കഷ്ടപ്പെട്ട് കയറി വന്നത്. എന്നിട്ട് പുള്ളി ഭയങ്കര, ഞാൻ ചേച്ചീനെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ഈസ് ഓൾറെഡി വെൽ ഓഫ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർ ഹിസ് പ്രൈം ഇയേഴ്സ് ഇറ്റ് ബിക്കേം വെരി വെൽത്തി. ദാറ്റ് വാസ് മൈ റിയൽ എൻ്റെ ഒരു മണീനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ മാറ്റിയ അളിയനാണ്. നല്ല കാറ്, നല്ല സ്റ്റൈൽ, അതെ, വലിയ വണ്ടികൾ, വലിയ വീട്, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ താങ്കൾ കുഞ്ഞളിയനാണ്. അതെ. അപ്പോൾ താങ്കളെ എങ്ങനെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത്? ഇറ്റ് വാസ് റിയലി ഹാർഡ് ഓൺ മീ. കാരണം എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ് എന്ന് ഞാൻ ജെന്യുവൻലി വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 14 വയസ്സ് വ്യത്യാസം ഉണ്ടല്ലോ ഞാനും ചേച്ചി. അപ്പം അപ്പന് ഒരു ആൺകൊച്ചിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം, പ്രാർത്ഥിച്ച് കിട്ടിയതായതുകൊണ്ട് അപ്പന് ഭയങ്കര, ഞാൻ എന്ത് ചോദിച്ചാലും മേടിച്ചു തരും. അങ്ങനെ എനിക്കൊരു, അപ്പം പാമ്പേർഡാണ്. അപ്പം അളിയൻ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സൈഡിലോട്ടുള്ളതാണല്ലോ ഈ പറയുന്ന പോലെ ഈ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു വിചാരം, മറ്റേ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജ് പറയുന്ന ഒരു അഹങ്കാരം നമുക്ക് എല്ലാവർക്കും ആ ചെറുപ്പത്തിൽ വരും. നമ്മുടെ പുല്ല് വെട്ടി വിറ്റ കെട്ടിടാ നീ പറയുന്ന കുടവടി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് ശരിക്കും ഉണ്ട്. അതാണ് ഒത്തിരി പേരെ ഡൗൺഫോൾ. കാരണം ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ തീർന്നു. അപ്പം നമുക്കത് കാണാം. ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ഈ അഗ്രികൾച്ചർ ഫാമിലീസ് റിയലി ഗോയിങ് ഡൗൺ ബിക്കോസ് ഓഫ് ദിസ്. അപ്പം അളിയൻ എന്നെ അത് ഒത്തിരി ഷെയിം ചെയ്യുമായിരുന്നു. നാണോ ഇല്ലടാ അപ്പൻ്റെ ഇത് നടക്കാൻ, അപ്പനെ പറ്റി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ ഒരു ചാൻസ് കളയത്തില്ല. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം ആ സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. പഠിക്കാൻ പോകുമ്പോഴേ കാലത്തും UK പോയി ഞാൻ ആദ്യം ചെന്നപ്പോൾ എനിക്കറിയില്ലല്ലോ, ഞാൻ UK ചെന്നതല്ലേ ഉള്ളൂ. അവിടെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവ്. അപ്പം അപ്പൻ്റെ നിന്നൊക്കെ ഒരു മാസം ഞാൻ നോക്കുമ്പോൾ കണക്കൊക്കെ അപ്പനല്ല അയച്ചിരുന്നത്, അളിയൻ അയച്ചിരുന്നത്. കാരണം നീ കഴിഞ്ഞ മാസം അപ്പനെ 2 ലക്ഷം രൂപ മേടിച്ചില്ല, അവിടെ 2000 പൗണ്ടേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടുത്തെ റെന്റ് കൊടുക്കണം, ഒത്തിരി. ഇപ്പം വന്നപ്പോഴേ നമുക്ക് അറിയത്തില്ല അവിടുത്തെ. അപ്പം ഒരു ടാക്സി അവിടെ നിന്ന് ജസ്റ്റ് കോളേജിൽ പോയി ഒരു ദിവസം അങ്ങോട്ട് പോകാൻ 20 പൗണ്ടാവും, തിരിച്ചു വരാൻ 20 പൗണ്ടാവും, 40 പൗണ്ട് 4000 രൂപ അവിടെ തന്നെ തീർന്നു. പിന്നെ കഴിക്കാനാണെങ്കിലും എല്ലാം ഭയങ്കര എക്സ്പെൻസീവ്. അപ്പം പുള്ളി എന്നെ വിളിച്ച് വലിച്ച് കീറി ഒട്ടിക്കും. അപ്പം അങ്ങനെ ഞാൻ അവസാനം വാശിയായി, എനിക്ക് അപ്പൻ്റെ നിന്ന് പൈസ ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഓഡ് ജോബ്സിനൊക്കെ പോയി. ആദ്യം ഞാൻ പോയത് ഈ പറയുന്ന പോലെ ഒരു ഹോട്ടലിലാണ്. അല്ല, ആദ്യം ഒരു 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 സ്റ്റേഷനറി ഷോപ്പ് പോലെ ഒരു സ്ഥലത്ത്. അവിടെ പിന്നെ അവിടെ ഈ കള്ളും സിഗരറ്റും ഒക്കെ അവിടെയും കിട്ടും. അപ്പോൾ അവിടുത്തെ ഒരു ശ്രീലങ്കനായിരുന്നു അയാൾ. ഈ പറയുന്നത് എനിക്ക് അവിടുത്തെ നോട്ടൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അവിടെ ഫേക്ക് നോട്ട്സിൻ്റെ പരിപാടി ഒത്തിരി ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പിള്ളേർ ഒന്ന് നോട്ട് തന്നിട്ട് പോയി, എനിക്കറിയത്തില്ലായിരുന്നു. അതിന് അയാൾ എന്നെ കുറേ തെറിയൊക്കെ പറഞ്ഞു, എനിക്ക് ശമ്പളവും തരാം, അതെന്നെ അവിടെ മുടിച്ചു വിട്ടു. ഓക്കെ, അത് കഴിച്ചിട്ട് പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പാർക്ക് പ്ലാസ എന്ന് പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. പിന്നെ അവിടെയായിരുന്നു വർക്ക് ചെയ്തത്. ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പാർട്ട് ടൈം ആയിരുന്നു. പക്ഷേ പിന്നെ കാരണം നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സ്റ്റൈലല്ലല്ലോ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന. നമ്മൾ സഡൻലി ഐ വാസ് ഇൻ എ വെരി ഡിഫറെന്റ് പൊസിഷൻ. നമ്മളൊരു മറ്റേ ഫുഡൊക്കെ പിടിച്ച് ആൾക്കാരുടെ മുന്നിൽ മാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി സറിയൽ എക്സ്പീരിയൻസ്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ കണ്ടിട്ട് സ്വന്തം വീട്ടിൽ പാത്രം കഴുകിയിട്ടില്ല. അപ്പം അവിടെ പോയിട്ട് പാത്രം കഴുകുന്നു, ഈ പറയുന്ന പോലെ ബാറിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഒരു വളരെ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇന്ന് ഞാനത് നോക്കുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി. അപ്പം അതിനകത്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. എനിക്കൊരു ഇഞ്ചറി പറ്റില്ല, പക്ഷെ എൻ്റെ കാലിലൊരു സാധനം വീണു. അപ്പം ശരിക്കും മുറിയൊക്കെ ചെയ്തു. അപ്പം
14 hour ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഐ തിങ്ക് 5 hours ഇൻ ടു ദ ഷിഫ്റ്റ് ഇത് സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മാനേജറൊക്കെ വന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബേസ്മെൻറ്റിലേ നടക്കുന്നത്, അവിടെ റേഞ്ച് പോലും ഇല്ല. മാനേജറിനൊക്കെ വിളിച്ചുകൊണ്ട് പോയി അവരെന്താണ്ടൊക്കെ സാധനം കൊണ്ട് വന്നു. ഒരു കാര്യം ജിക്കുറുള്ള യു ലീവ് യു ഗോ ഹോം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, തീർന്നു അളിയൻ, കഴിഞ്ഞില്ലേ, മോൻ വീട്ടിൽ പോകും, ഒരു കാര്യം ചെയ്യും, നാളെ പോയി ജോലിയൊക്കെ കളഞ്ഞിട്ട് അപ്പനോട് വിളിച്ച് കാശ് ചോദിക്കും. എനിക്കത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഐ കൻ കണ്ടിന്യൂ. ഏതാണ്ട് ഐസോ ക്രീമോ കണ്ടുകൊണ്ടിരുന്നു, അതൊക്കെ കയറ്റി പിന്നെയും ബൂട്ടൊക്കെ കയറ്റിയിട്ട് ചട്ടി ആണെങ്കിൽ ഒരു 9 മണിക്കൂറും കൂടെ ഷിഫ്റ്റിങ് കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടിയാണ് വീട്ടിൽ പോയത്. അപ്പം അതൊരു അതൊക്കെ ഈ അളിയൻ്റെ ഒരു ശാസന അതൊരു ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നു, പറയുന്ന പോലെ മാരേജ് കഴിഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് അളിയൻ മരിച്ചുപോയി. പെട്ടെന്ന് അവിടുത്തെ തലേ ദിവസവും വിളിച്ചത്, അടുത്ത ദിവസം രാവിലെ എനിക്ക് ഭയങ്കര കോൾ സെയിങ് മേജർ അറ്റാക്കാണ്, പെട്ടെന്ന് വരണം, ലിസി ഹോസ്പിറ്റലിലോട്ട് മാറ്റുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വരുന്ന വഴിക്കാനും മരിച്ചു പോയായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ 43 or 44 ആയിരുന്നു. അപ്പം ചേച്ചി 3 പിള്ളേരും. സോ ദാറ്റ് ഇസ് എ സഡൻ ഷിഫ്റ്റ്. ഐ തിങ്ക് ദാറ്റ്സ് വെൻ മൈ ലൈഫ് റിയലി ചേഞ്ച്. ബിക്കോസ് അത്ര നാളും ഈ പറയുന്ന പോലെ ഞാനും അമ്മു സാറ കൊച്ചും കൂടെ പിള്ളേരെ പോലെ ഞങ്ങൾ ചിൽഡ്രൻ ഓഫ് ദ ഫാമിലി. ഞാൻ എന്നെ ഉണ്ടെങ്കിൽ അപ്പനെ വിളിക്കും, അളിയനുണ്ട് തെറി പറയാൻ. ഇപ്പം ലൈക്ക് അങ്ങനെ സഡൻലി മൈ ഡാഡ് വാസ്, ഇപ്പം ഈസ് 69, ഇപ്പം 2020 എന്ന് പറയുമ്പോൾ 64, 65. അപ്പോൾ അപ്പനും അമ്മയും ശരിക്കും ഈ ഒരു ഇത് ലൈക്ക് ഭയങ്കര ഷോക്കായി. ദേ ആക്ച്വലി വെൻ്റ് ഇൻ ഡിപ്രഷൻ. അപ്പം 2 ദിവസം എങ്ങാണ്ട് അപ്പനവിടെ നിന്നുള്ളൂ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മേനെയും കൂട്ടി ഇവിടെ പോവുക, അമ്മയ്ക്കിട്ടും വയ്യ. ഇറ്റ് വാസ് ബേസിക്കലി ലൈക്ക് അപ്പൻ ആ മാൻ ഓഫ് ദ എന്ന് പറയുന്ന ഒരു കിങ്ഡം, ഒരു ഈ പറയുന്ന പോലെ ഒരു ക്രൗൺ എടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ച്, മോനെ നീ അതിനെ നോക്ക് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഐം നോട്ട് ബ്ലെയിമിങ് ഹിം, ഹി വാസ് ദാറ്റ് ഓൾഡ് ആൻഡ് ഹി ഹാഡ് അമ്മ ടു ടേക്ക്. അമ്മ ശരിക്കും ഒരു സ്പൈറലിൽ പോയി. കാരണം അമ്മ സ്വന്തം മോനെ പോലുള്ള ഒരാളല്ലേ, സഡൻലി ഇത് പറഞ്ഞത് ഇറ്റ് വാസ് എ ഹ്യൂജ് ബ്ലോ ഫോർ അസ്. അപ്പം സഡൻലി ഇറ്റ് വാസ് ജസ്റ്റ് മീ, എൻ്റെ സിസ്റ്റർ ആൻഡ് ദോസ് 3 kids. ഈ പിള്ളേർ കരയാന്ന് പറഞ്ഞാൽ പറ്റില്ലോ, അതൊരു പ്രത്യേക ഫീലിംഗാണ്. അതും കൊച്ചു പിള്ളേർ, ഈ വലിയ ആൾക്കാർ കരയുന്ന പോലെ അപ്പനെ കാണണമെന്ന് പറഞ്ഞ് കരയുന്ന, അതൊക്കെ ഒരു ഐ റിയലി സോ ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ആണ്. ഒരു വലിയ വീട്ടിൽ ഞാനും ചേച്ചിയും ഈ 3 പിള്ളേരും. ഇറ്റ് വാസ് വെരി ഇമോഷണലി ഡ്രെയിനിങ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മെയ്ഡ് മീ റിയലി സ്ട്രോങ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു സ്ട്രെങ്ത് എനിക്ക് ദൈവം അന്ന് തന്നു. ഐ വാസ് ഓൾസോ ഗോട്ട് വെരി ക്ലോസ് ടു ഗോഡ്. കാരണം കൾച്ചറലി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നൊക്കെ ആൾക്കാരാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. അതെ. അപ്പോൾ ദെൻ അന്ന് അത്ര നാളും എനിക്കുണ്ടായിരുന്ന കുറേ സപ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് ഇല്ലാതെയായി, മനസ്സിലായില്ലേ? അപ്പം അപ്പോൾ എനിക്ക് ഐ റിയലി സ്റ്റാർട്ടഡ് പ്രേയിങ് ടു ഗോഡ്. ആക്ച്വലി പ്രേയിങ്, മറ്റേ അമ്മ പറയുമ്പോൾ മോനെ സ്രോസായത് അങ്ങനെയല്ല, ആക്ച്വലി പ്രേയിങ് ടു സ്പീക്കിംഗ് ടു ഗോഡ്. സോ ദാറ്റ് ഗേവ് മി ലോട്ട് ഓഫ് കറേജ് ആൻഡ് സ്ട്രെങ്ത്. അങ്ങനെ ഒരു സംഭവം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഇറ്റ് വാസ് എ വെരി ഹാർഡ് ഫേസ്. 1 വർഷത്തോളം ഞാൻ ചേച്ചിയോട് തന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനപ്പം ആ സമയത്താണ് ഈ പറയുന്ന പോലെ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും ഇല്ല എന്നുള്ള രീതിയായിരുന്നു. കാരണം അപ്പന് തോട്ടവും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ അകത്തോട്ട് ഒരിക്കലും എന്നെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ ഈ ബിൽഡിങ് സാധനമൊക്കെ ഞാൻ ഈയിടെയാണ് ഞാനും അപ്പനും കൂടെ കൂടി ചെയ്തത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഇല്ല ചെയ്യാനും. അപ്പം പുതിയൊരു ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഞാനും അളിയനും കൂടി ഒരു സാധനമൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുക, ഹൈഡ്രോഫോണിക് ഫാമിംഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെ പറ്റി ഒരു സാധനം അറിയത്തുമില്ല, അത്രയും ക്യാപിറ്റൽ റേസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഞാനപ്പം പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു ജോബ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ്. ഗുഡ് ലോഡ്, നമ്മുടെ പുറത്തൊന്നും ഇങ്ങനെയല്ല കേട്ടോ. കാരണം ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു വർക്കിംഗ് അബ്രോഡ്. ഇവിടെ they really don't give a shit about your mental health or your work life balance or your family or you. ഒരു വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രഷർ സിസ്റ്റം ഉണ്ട് ഇവിടെ ഭയങ്കരമായിട്ട്. അത് മേഖല എനിക്ക് സെയിൽസിലായിരുന്നു. പക്ഷേ ബാങ്കിങ് ഇസ് ഹെവി. എന്ന് പറഞ്ഞാൽ ബട്ട് ഐ വാസ് വെരി കോമ്പറ്റൻറ്റ്. ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ was I rewarded? Yes. പക്ഷേ അറ്റ് വാട്ട് എക്സ്പെൻസ്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഈ കോൺഫറൻസ് കോളിലൊക്കെ ദേ ഷെയിം യു ഇൻടു ഡൂയിങ് തിങ്സ്. അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഐ ഓൾവേസ് വോണ്ട് ടു ഡു സംതിങ് ഓൺ മൈ ഓൺ.
എന്നും അങ്ങനെ എത്ര വർഷം ജോലി ചെയ്തു അവിടെ? ഒരു 6 വർഷം 7 വർഷം അടുപ്പിച്ച് ജോലി ചെയ്തു. ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയത്. ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യാത്തതുകൊണ്ടാണോ അതോ ടാർഗറ്റ് അച്ചീവ് ചെയ്തു? ടാർഗറ്റ് ഈ പറയുന്ന പോലെ നമുക്ക് ഇയർലി നോക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ 12 crores ആയിരുന്നു എനിക്ക് അവസാനം ഞാൻ ഈ കാത്തലിക് സിറിയൻ ബാങ്കിലൊക്കെ വർക്ക് ചെയ്തപ്പോഴത്തേക്കിനും ഇയർലി ടാർഗറ്റ് ഞാൻ 187 ക്രോസ് ചെയ്തു. ഓക്കെ. പക്ഷേ അപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു മാസം 51 കിട്ടും, 51 കോടിയായിരിക്കും കിട്ടുന്നത്. അടുത്ത കേരള വാട്ടർ അതോറിറ്റിയിൽ 51 കോടിയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബെവറേജസ് കോർപ്പറേഷൻ, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അതൊക്കെ ഭയങ്കര വലിയ പ്രോസസ്സാണ്. ഇപ്പോൾ ഈ മാസം കിട്ടിയ അടുത്ത മാസം ചിലപ്പോൾ കിട്ടത്തില്ല, പക്ഷേ അടുത്ത മാസം ഈ ഹിന്ദിക്കാർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ വലിച്ചു കീറി നമ്മളെ ഒട്ടിക്കും പിന്നെ. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ടോക്സിക് ഒരു ഇതായിരുന്നു. ബട്ട് ദാറ്റ്സ് ഹൗ ദ ബിസിനസ് വർക്ക്സ്, ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബട്ട് അങ്ങനെ ഇപ്പോൾ ഒരു എനിക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ബൈ ദെൻ ഐ വാസ് ഓൾറെഡി മാരിഡ്, ഐ ഹാഡ് എ കിഡ്. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഐ കുഡ് യുനോ. അപ്പോൾ താങ്കൾ ബേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് അപ്പോൾ ആ സമയത്ത്? ആ സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്താണ്. ഭാര്യയായി കൊച്ചായി പെട്ടെന്ന് ഇട്ടിട്ട് പോരാനും പറ്റില്ല. ജോലി ഇട്ടിട്ട് പോകാനും പറ്റില്ല, കാരണം മറ്റേ സാധനം കിടക്കുകയല്ലേ. എനിക്ക് അപ്പനോട് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ ഒന്നും. അവിടെ നിന്ന് എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അത് ഞാൻ വർഷം മുമ്പ് അന്ന് UK വെച്ച് തീരുമാനിച്ചതാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ടിനായിട്ട് പോയിട്ടുമില്ല. അപ്പനെപ്പോഴും ഓഫർ ചെയ്യും, പക്ഷെ ഞാൻ എടുക്കാറില്ല. അതൊരു വാശി ആണോ എന്ന് ചോദിച്ചാൽ വാശിയല്ല, ഒരു അഭിമാനമാണ്, ഒരു ഈഗോ എന്ന് പറയാൻ ചിലപ്പോൾ അല്ലേ. അത് വേണ്ട എന്നുള്ള തീരുമാനം. പക്ഷേ അതൊക്കെ സ്വത്തുക്കളൊക്കെ താങ്കളുടെ ആയിരിക്കും, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. താങ്കളത് സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതൊരു തീരുമാനം, വലിയ തീരുമാനമാണ്. പിന്നീടാണൊരു വലിയ സ്പാർക്ക് ഉണ്ടാവുന്നത്. എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഐ വോണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് എങ്ങനെയെങ്കിലും. അപ്പം ഞാൻ ആ സമയം എനിക്ക് ഐ നീഡ് ടു മേക്ക് മണി. ബിക്കോസ് ആ ഒരു ലെസൺ എന്നെ അളിയൻ ഒത്തിരി പഠിപ്പിച്ചിട്ട കാര്യം. കാരണം പുള്ളി അന്ന് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അതല്ലാതെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദിവസം എന്നോട് പുള്ളി ചോദിച്ചു, എടാ നീ ഇപ്പം ഞാൻ വരുമ്പം ആളിയോ എന്നൊക്കെ പറഞ്ഞ് വരുന്നു, ഞാൻ ബെൻസിലൊക്കെ വരുമ്പോൾ നീ അങ്ങനെയൊക്കെ വരുന്നു. അടുത്ത ദിവസം ഞാൻ ഈ പറയുന്ന പോലെ ഈ ബെൻസൊന്നും എനിക്കില്ലയെന്ന് നോക്കട്ടെ, ഞാൻ ബസ്സേ ഇറങ്ങിയിട്ട് എടാ കുരിയാവുന്ന വന്ന് കൂട്ടവിടെ നീ വരും. രണ്ടാമത്തെ പ്രാവശ്യം നീ വരും. മൂന്നാമത്തെ പ്രാവശ്യം നിന്നെ വിളിക്കുമ്പോൾ നീ പറയും, അളിയാ ബസ്സിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, ആ ഓട്ടോയിൽ കയറി ഇങ്ങ് വാന്ന് പറയും. അപ്പം ഞാൻ അന്ന് അളിയനോട് അളിയൻ എപ്പോഴും ഈ പൈസ എന്ന് വേറെ ഒന്നും പറയാനില്ല, ചുമ്മാ അളിയൻ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ, അങ്ങനൊന്നും അല്ല, നമ്മളൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞു. സിറ്റിംഗ് ഹിയർ റൈറ്റ് നൗ ഐ സേ ദാറ്റ് ഇറ്റ്സ് ദ ട്രൂത്ത്. അത് റിയാലിറ്റിയാണ്, അത് സത്യമാണ്. അത് ദാറ്റ്സ് ഹൗ ദ വേൾഡ് വർക്ക്സ്. അത് നമ്മൾ ദാറ്റ്സ് ദ ഗെയിം. എത്ര നേരത്തെ നമ്മളത് മനസ്സിലാക്കുന്നോ. പണമില്ലെങ്കിൽ ഒരു മനുഷ്യനും നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എസ്പെഷ്യലി ആസ് മെൻ, വി ഡോണ്ട് കം ഇൻ ദിസ് വേൾഡ് വിത്ത് എനി വാല്യൂ. നമ്മളത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐവ് സീൻ എ ലോട്ട് ഓഫ് മെൻ ഇൻ മൈ ഫാമിലി, ഇൻ മൈ സർക്കിൾ, സഫറിങ് ബിക്കോസ് ദേ ഹാവ് മെയ്ഡ് മണി. ഗുഡ് മെൻ, ഗുഡ് ഓണസ്റ്റ് ലോയൽ മെൻ, നോട്ട് ബീങ് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ജസ്റ്റ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് മണി. ആൻഡ് വെരി എന്താ പറയുക, not so great men just because they made their money, being respected, being loved, being celebrated. So it's a hard truth. Bite the bullet. Yes, bite get the into bullet. action. പിന്നെ അടുത്ത എന്താ ചെയ്തത്? So I've always been into cars. That's one more thing that's always driven me into making money, because there's no way പൈസ ഉണ്ടാക്കിയാലേ വണ്ടി മേടിക്കാൻ പറ്റുള്ളൂ. അതെൻ്റെ ഒരു ഭയങ്കര കോർ പാഷൻ, സംതിങ് that doesn't let me sleep at night. അപ്പം ഞാനൊരു കാർ കോണ്ടന്റ് ക്രിയേഷൻ ഞാൻ ഓൺലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാർട്യൂൺ നെറ്റ്വർക്ക് എന്നാണ് എൻ്റെ പേര്. ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. അതായത് ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം, ദാറ്റ്സ് ഹൗ ഐ യൂസ് ടു റിലീസ് മൈ പ്രഷർ. ഇതൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു അപ്പം എനിക്ക് കാർ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ദൈവത്തിനോട് ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി ഞാൻ സ്ഥിരം പോകുന്ന പള്ളിയാണ്. അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വരുന്നു. നമ്മുടെ SQലെ ജോർജ് പൊട്ടംകുളം എന്ന് പറഞ്ഞ പുള്ളിയാണ്. അപ്പം ജോർജ് ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഞാൻ UK പോകുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഒത്തിരി മേടിച്ചോണ്ടായിരുന്നു പോകുന്നത്. അപ്പം ക്ലോത്തിങ് സ്റ്റോറാണ് SQ പനമ്പള്ളിയിലുള്ള. അപ്പം ജോർജ് പൊട്ടംകുളം എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ഫൗണ്ടർ. പുള്ളി എന്നെ വിളിക്കുന്നു, എടാ കുര്യാപ്പി നീ ട്രിവാൻഡ്രം അല്ലേ, ഇപ്പം ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ഫ്രാഞ്ചൈസി നോക്കുന്നുണ്ടെങ്കിൽ പറയണം. ദൈവമേ ഇത്രയും പെട്ടെന്നോ? ഞാൻ പറഞ്ഞു, സി ഐ വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടു ഡു. ആൻഡ് SQ എന്ന് പറയുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഐ നോ ദ ക്വാളിറ്റി ഓഫ് ദർ പ്രോഡക്ട്സ്. അപ്പോൾ അതെനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് എനിക്ക് ഫാഷനൊക്കെ ഇഷ്ടമാണ്.
പിന്നെ മാർക്കറ്റിംഗ് ഇഷ്ടമാണ്. ആൻഡ് ബാങ്ക് എന്നെ ഒത്തിരി മാർക്കറ്റിംഗ് പഠിപ്പിച്ചു. ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിക്കാത്ത പോലെ ബാങ്ക് നമ്മളെ പഠിപ്പിക്കും. അപ്പം അവിടുന്ന് ഈ മാർക്കറ്റിങ്ങും പഠിച്ചു, കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമാണ്, പിന്നെ ഫാഷൻ ഇഷ്ടമാണ്. ഇറ്റ് വാസ് എ നോ ബ്രെയിനർ ഫോർ മീ. അപ്പം പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി, ഒരു സ്പേസ് കണ്ടുപിടിച്ചു. ഉടനെ തന്നെ പേപ്പർ ഇട്ടു ബാങ്കിൽ, എന്നിട്ട് ഇത് തുടങ്ങുമായിരുന്നു. അപ്പോൾ വൈഫ് എന്താ പറഞ്ഞത് ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത്? ഷീ വാസ് വെരി സപ്പോർട്ടീവ് ആക്ച്വലി, ബിക്കോസ് ഷീ ഈസ് സീൻ മീ ഗോ ത്രൂ ലിറ്ററൽ ഉറക്കമില്ലായ്മ, ഒത്തിരി ട്രാവലിംഗ്. സി നമുക്ക് ഇഷ്ടം, ഞാനിപ്പോൾ അതിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്നു, അതിൽ കൂടുതൽ ഓടുന്നുണ്ട്, അതിൽ കൂടുതൽ സ്ട്രെസ്. അത് ഇഷ്ടം കൊണ്ടാണ്. മറ്റേത് who's passionate about getting 50 crores from KCB for an interest rate of so and so. I don't know, there might be people doing that. Personally എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഓടുന്നുണ്ട്. പക്ഷേ ഐ എൻജോയ് ഇറ്റ്. അങ്ങനെ അവിടുന്ന് രാജിവെച്ചു നേരെ ഫ്രാഞ്ചൈസി തുടങ്ങി. രക്ഷപ്പെട്ടോ? ദൈവം അനുഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ മാസമൊക്കെ എല്ലാവരും, കാരണം അവിടെ ഭയങ്കര റെൻറ്റ് കൂടിയ സ്ഥലമാണ്. ആലോചിക്കണം, കൊച്ചുണ്ട്, ഭാര്യയുണ്ട്, ഈ പറയുന്ന പോലെ വേറൊരു സിറ്റി, എൻ്റെ സ്ഥലമല്ല, ഞാൻ ബാങ്കിൽ വരുന്നത്, ഞാൻ ഒരിക്കലും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് എടുക്കൂല എന്നുള്ള തീരുമാനമുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര പൈസ ഒന്നല്ല, നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെടുക്കത്തില്ല എന്നുണ്ട്. അങ്ങനെയാണ്. അപ്പം ഇവനാരെ ഇപ്പം ആൾക്കാരൊക്കെ ഇപ്പം എന്നോടൊന്ന് പറയും, ഇവിടെ ഞങ്ങളൊക്കെ അന്ന് പറയായിരുന്നു, ഇവനാരെ ഇവിടെ വന്ന് സ്ക്വയർ ഫീറ്റ് 150 രൂപ റേറ്റുള്ള സ്ഥലത്ത് ഈ ട്രിവാൻഡ്രത്ത് നടക്കുമെന്ന്, ഇവനാരെ ഈ ഒരു തുണിക്കട തുടങ്ങാനെന്നൊക്കെ ഞങ്ങൾ 3 ദിവസം കഴിയുമ്പോൾ പൂട്ടിപ്പൊക്കളും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മളാ ഫ്രം ഡേ 1 യുനോ ആ ഒരു, എനിക്കെന്തോ ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കാം, എനിക്കൊരു ഭയങ്കര ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര എന്താണെന്നറിയത്തില്ലാത്തൊരു കോൺഫിഡൻസ്. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പം ഞാനത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇന്നിപ്പോൾ ഇത്രയും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, അതിപ്പം 2ാമത്തെ വർഷമാണ്. അപ്പം ഓൾറെഡി ഒരു സെക്കൻഡ് സ്റ്റോർ നമ്മൾ തുടങ്ങി. അത് കോട്ടയത്ത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോർ ദൈവം അനുഗ്രഹിച്ച് നന്നായിട്ട് 1 വർഷം കൊണ്ട് തന്നെ നമ്മൾ അടുത്ത സ്റ്റോർ തുടങ്ങി. അപ്പം അതിന്നുണ്ടാക്കിയ പൈസ വെച്ച് തന്നെയാണ്. അതെ. അപ്പം അത് തന്നെ നമുക്കൊരു പേഴ്സണലി ഇപ്പോൾ ഇവിടെ സാധാരണ വരുന്ന പോലെ ഭയങ്കര സെലിബ്രേറ്റഡ് ബിസിനസ്മാൻ ഒന്നുമല്ല, പക്ഷേ കമ്മിങ് ഫ്രം വേർ ഐ ആം റിയലി പ്രൗഡ് ഓഫ്. തീർച്ചയായിട്ടും താങ്കളൊരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ എംപ്ലോയിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഇതാണ്. എന്നോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ സ്റ്റോറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ബ്രാൻഡുകളെല്ലാം അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. അതായത് ബേസിക്കലി ഇത്രയുള്ള അതിൻ്റെ അകത്ത് നമ്മൾ ഫുഡിനൊരു ഷെൽഫ് ലൈഫ് ഇല്ലേ, അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടിനും ഉണ്ട് ഒരു സീസൺ ഉണ്ട്. ഇപ്പം ബിഗർ ദ ബ്രാൻഡ്സ്, ഐ എം നോട്ട് ഗോണ നെയിം എനി ഓഫ് ദ ബ്രാൻഡ്സ്, ബട്ട് ബിഗർ ദ ബ്രാൻഡ്സ് ഷോർട്ടർ ദെയർ ഷെൽഫ് ലൈഫ്. 6 monthസിലൊക്കെ സീസൺ കഴിഞ്ഞ് പോകുന്നതാണ്. അപ്പോൾ വാട്ട് ഡു ദേ ഡു? ദേ കാൻ ജസ്റ്റ് ബേൺ ഇറ്റ്, ദേ കാൻ ജസ്റ്റ് കീപ് പൈലിംഗ് ഇറ്റ് അപ്പ് ഇൻ എ ബിഗ് വെയർഹൗസ്. So that is one guy dealing with all of this in India. So George Pottangulam, he is in really good contact. He's been running the show for 16 years now. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഇത് തുടങ്ങാതെ, because procurement, you can market all you want, but if the product is not good, what is the point? കറക്റ്റ് പ്രോഡക്റ്റ് കറക്റ്റ് ടൈമിൽ കിട്ടണം. അപ്പം I was able to do good business from the first month because the product was good. I can market all I want, but മോശം സാധനമാണെങ്കിൽ എന്ത് മാർക്കറ്റ് ചെയ്യാൻ? താങ്കൾ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നിങ്ങളുടെ വസ്ത്രം. ഐ ഓൺലി വെയർ ക്ലോത്ത്സും ഈ ജീൻസും ഈ ഷർട്ടും എല്ലാം, ഇതെല്ലാം ബ്രാൻഡുകളാണ്. അതെല്ലാം ഒരു 1/4 ഓഫ് ദ പ്രൈസിലാണ് നമ്മൾ നമ്മൾ 1200 to 1900 ആണ് ഏറ്റവും എക്സ്പെൻസീവ്. ഏറ്റവും മികച്ച ബ്രാൻഡുകളെല്ലാം കിട്ടും. ഏറ്റവും കൂടുതൽ അത് തിരുവനന്തപുരത്തുണ്ട്, കോട്ടയത്തുണ്ട്. ഇപ്പം നമ്മുടെ ജോർജിന്റെ സ്റ്റോർ മെയിൻ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ കൊച്ചിയിലാണ്. എൻ്റെ 2 സ്റ്റോർ, ഒന്ന് കളത്തിപ്പടി കോട്ടയത്തും, ഒന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ കൗടിയാർ ട്രിവാൻഡ്രത്തും. അന്ന് അളിയൻ കുറേയധികം താങ്കളെ ശാസിച്ചിട്ടുണ്ട്. അന്ന് താങ്കൾക്ക് അദ്ദേഹത്തോട് ഒരു ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടാവും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ എല്ലാം സത്യമാണെന്നും ഞാനന്നൊരു വെറും ബ്രാറ്റായിരുന്നെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള അത്രയും വിവേകം ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് ഈസ് ദി എക്സ്പീരിയൻസസ് ദറ്റ് അത് കഴിഞ്ഞിട്ടുണ്ടായ പോൾച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞതിൻ്റെ ആണോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോ ത്രൂ ചെയ്ത സർക്കംസ്റ്റൻസസിൻ്റെ ആണോ, അത് കഴിഞ്ഞിട്ട് ശരിക്കും പോൾച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇഫ് ദേസ് ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇഫ് ദേസ് സംബഡി ഇൻ യുവർ ലൈഫ് ദാറ്റ് ഒരു മെൻറ്റർ പോലെ എല്ലാം ഉണ്ടെങ്കിൽ
ജീവിതമാണ്, ഇറ്റ്സ് വെരി ബ്രിട്ടിൽ, യു നെവർ നോ വാട്ട്സ് ഗോണ ഹാപ്പൻ ടുമോറോ. ഇപ്പം ഇന്ന് എനിക്കുള്ളൊരു വളരെ വലിയൊരു ബുദ്ധിമുട്ടാണത്. ഇപ്പം വലിയതൊന്നും അല്ലെങ്കിലും ഇന്ന് ഞാൻ ഈ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും എനിക്ക് അളിയനെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ദൈവം ആഗ്രഹം. അതിനുള്ള ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയുണ്ട്, BMW ഒരു M2 എന്ന് പറഞ്ഞ, അത് ഞാൻ മേടിച്ചു. ഇതൊക്കെ അളിയൻ കണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് അത് അപമാനിച്ചതല്ല, സ്വന്തം കാശ് വെച്ച് അധ്വാനിച്ച് വാങ്ങിച്ചതാണ്. എവിടെ ഇരുന്ന് അദ്ദേഹം കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. വൈഫും എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നു? വൈഫ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അടിപൊളിയായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്. താങ്കളുടെ സിസ്റ്റർ ബിസിനസ്സിൽ തന്നെയാണോ? അപ്പോൾ അളിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അളിയൻ്റെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്ത് ചേച്ചിയാണ് വന്നിട്ട്. അദ്ദേഹം ബിസിനസ് എക്സ്പോർട്ടിംഗ് ആണ്. ഇപ്പം നാളെ ചേച്ചി US പോവുക 35 ദിവസത്തേക്കിന്. ബാക്ക് ടു ആക്ഷൻ. വെരി സ്ട്രോങ് ലേഡി. ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഇങ്ങനൊന്നും അല്ലായിരുന്നു. സാഹചര്യങ്ങളാണ് നമ്മൾ. സാഹചര്യങ്ങളാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനോട്, ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് ഒക്കെ they told me I'm not recognizable because പണ്ട് ഒന്ന് പെട്രോൾ അടിക്കാൻ പുറത്ത് പോകാൻ പോലും ഞാൻ തന്നെ പോകത്തില്ല ഒറ്റയ്ക്ക്. കാരണം ബാംഗ്ലൂരാണ്, KL വണ്ടിയാണ്, കർണാടകക്കാരുണ്ട്, കന്നഡ അറിയത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് പേടിയായിരുന്നു. ഇന്ന് ഞാൻ എല്ലായിടത്തും തന്നെയാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് അതൊന്നും ഒരു ഇഷ്യൂ അല്ല. കാരണം അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഞാൻ എറിയപ്പെടുമായിരുന്നു. യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഫോർ വാട്ട് യു പ്രേ ഫോർ. ഐ റിമെമ്പർ പ്രേയിങ് ടു ഗോഡ് ആൻഡ് ആസ്കിങ് ഫോർ സ്ട്രെങ്ത്. ദിസ് ഇസ് ഹൗ ഹി ഗേവ് മി സ്ട്രെങ്ത്. ഹി പുട്ട് മീ ഇൻ വെരി ഡിഫിക്കൽട്ട് പൊസിഷൻസ്. അതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ചോദിച്ചോട്ടെ, താങ്കളൊരു കാർ എൻത്യൂസിയാസ്റ്റ് ആണ്. അത് താങ്കൾക്കൊരു ബ്ലോഗിംഗ് ഉണ്ട്, എന്താണ് അതിൻ്റെ പേര് ഇൻസ്റ്റയിൽ? കാർട്യൂൺ നെറ്റ്വർക്ക് എന്നാണ്. ഹൗ ഡു യു സ്പെൽ ഇറ്റ്? CARTUNE, കാർട്യൂൺ നെറ്റ്വർക്ക്. കാർട്ടൂൺ നെറ്റ്വർക്ക് ആണ്. ഓക്കെ. അതിൽ താങ്കൾ എന്താണ് കൂടുതൽ ചെയ്യുന്നത്? അതിനകത്ത് നമ്മളിങ്ങനെ വണ്ടിയുടെ ബിൽഡ് ചെയ്യുന്നതും, എനിക്കൊരു VRS ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ നമ്മൾ പാർട്സ് ഒക്കെ വെച്ച് ബിൽഡ് ചെയ്ത് വണ്ടി, ഈ പറയുന്ന പോലെ 250 BHP വണ്ടി നമ്മൾ 500 BHP ആക്കുന്നു. അതിൻ്റെ ആ ബിൽഡും അതിനൊരു ഓഡിയൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലിപ്പം ഭയങ്കര ഒരു കാർ കൾച്ചർ ഉണ്ട്. ഭയങ്കര ഒരു കാർ എന്തൂസിയാസ്റ്റിൻ്റെ കേരളം എന്ന് പറയുമ്പം ഓൾ ഇന്ത്യ നോൺ ആണ്. നമ്മൾ ഭയങ്കര ടേസ്റ്റ്ഫുൾ ബിൽഡ്സ് ആണ്. അപ്പോൾ അതിനൊരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പം ഞാൻ അതിനകത്തോട് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാനൊരു കാർ ഷാംപൂ ഞാനിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ ടീഷർട്ട്സ് ഉണ്ട്, കാർട്ടൂൺ നെറ്റ്വർക്കിന് മെർച്ചൻഡൈസ് ഉണ്ട് ഈ വണ്ടികളുടെയൊക്കെ ഇത് വെച്ച്. പിന്നെ കാർ ഷാംപൂ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ ആം സേയിങ് ദിസ് അലൗഡ്. അപ്പം അത് ഞാൻ ഈ വർഷം തന്നെ ചെയ്യാനിരിക്കുകയാണ്. അതിനോടൊപ്പം ചോദിച്ചോട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങിയ വാചകം ജെൻസിയിൽ നിന്നാണ് തുടങ്ങിയത്. പൊതുവേ നമ്മുടെ നാട്ടിൽ ജെൻസി എന്ന് പറയുമ്പോൾ തന്നെ ന്യൂ ജനറേഷൻ പിള്ളേരെ കുറിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇത്തിരി വൈകലാണ്, ഒരു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളവരൊക്കെയാണ് എന്നൊക്കെ പറയുമെങ്കിലും കുര്യൻ്റെ കാര്യത്തിൽ അത് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വന്നതുകൊണ്ടാണ്. എൻ്റെ പ്രത്യേകത ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, സാഹചര്യമാണ് കേട്ടോ. സാഹചര്യമാണ്. പൊതുവേ പുതുതലമുറ ഇന്ന് ചിന്തിക്കുന്നത് എന്താണ്? അതിന് മുന്നേ ഉള്ള തലമുറയുമായി താങ്കളുടെ ഒബ്സർവേഷനിൽ ഇവർ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ്? ആക്ച്വലി പഴയ തലമുറ പുതിയ തലമുറ ആക്ച്വലി ഇച്ചിരി അണ്ടർമൈൻ ചെയ്താണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവരുടെ സാഹചര്യങ്ങൾ കണ്ടായിരിക്കും ചിലപ്പം. ഇപ്പം അന്നൊന്നും ഈ പറഞ്ഞ പോലെ PS5 ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അപ്പനമ്മ എപ്പോഴും എന്നോട് പറയും, എടാ നീ എപ്പോഴും ഫോണിലാണ്. അവരത് കഴിഞ്ഞിട്ട് ഫോൺ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാതെ ദേ ഗോട്ട് യൂസ്ഡ് വാട്സാപ്പ്, യൂട്യൂബ്. അപ്പം ഞാൻ അവരോടാണ് പറയുന്നത്, അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുന്നത്, ഞാൻ പറയുന്നത് കേക്ക്. ദ ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ വെൻ വി ആർ ഗ്രോയിങ് അപ്പ് നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ സ്പോയിൽഡ് ആയെങ്കിലും ആയിരിക്കുന്നത്. അതെ, സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭാവി തലമുറ മോശക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർ തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യും. തിരിച്ചറിവ് ഉണ്ടായാൽ അവർ മാറുകയും ചെയ്യും. എന്നെ കണ്ടില്ലേ? ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് എൻ്റെ ഓൺ ബ്രാൻഡ് ക്ലോത്തിങ് എനിക്ക് ശരിക്കും ഐ വാസ് ത്രോൺ ഇൻ ടു ദിസ് സംഭവം. ഐ വാസ് ഷോൺ അവേ. ത്രോൺ ഇൻ ടു ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. ദൈവം എന്നെ കാണിച്ചു തന്നൊരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എനിക്കൊരു വിഷനുണ്ട്, അതിലോട്ട് ഞാൻ എത്തുന്ന എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അഹങ്കാരമല്ല, ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ക്വയറ്റ് കോൺഫിഡൻസ്. അപ്പം എൻ്റെ ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ SQ കുറേ കൂടെ സിറ്റീസിലോട്ട് കൊണ്ടുവരണം എന്നുണ്ട്. വൈഫും ബിസിനസ്സിൽ എന്തെങ്കിലും? അവള് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ പറയുന്ന പോലെ കടയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, വീഡിയോസിനകത്തൊക്കെ ആക്റ്റീവാണ്. അങ്ങനെ വെരി സപ്പോർട്ടീവ് വുമൺ. ഞാനില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്ലെസ്ഡാണ്. നല്ലൊരു 3 വയസ്സുള്ളൊരു കൊച്ചുണ്ട് എനിക്ക്, പ്രിൻസസ്. ശരിക്കും ദൈവത്തിൻ്റെ ഭയങ്കര വലിയ അനുഗ്രഹമാണ്. അവൻ്റെ ഭാര്യയാണെങ്കിലും ഈ പറയുന്ന പോലെ കൊച്ചുണ്ടായി ആ സമയത്തൊക്കെ ജോലി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ സാറിന് ഭാര്യമാരൊക്കെ തെറി പറയുന്നത്. പക്ഷേ അവൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഒരു
എവിടെയോ ഇരുന്ന് കുറേ ആൾക്കാരുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുര്യൻ്റെ വലിയ തിരിച്ചറിവുകളാണ് കുര്യൻ്റെ വിജയവും. നിങ്ങൾ കേട്ടു നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് ഈ പോകുന്നത്. പലപ്പോഴും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജെൻസി. പലപ്പോഴും എൻ്റെ ട്രെയിനിങ് മോഡ്യൂളുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ബിസിനസ്സുകാരോടൊക്കെ ബിസിനസ് കോച്ചിങ്ങിലും പറയുന്നൊരു വാചകമുണ്ട്, നമ്മുടെ കഴിഞ്ഞ 4 തലമുറകളെടുത്താൽ ജെൻ എക്സ്, ജെൻ വൈ, ജെൻ സി, ആൽഫ കിഡ്സ് എന്ന് പറയുന്ന അങ്ങനെ 4 തലമുറ ഒരുമിച്ച് നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നല്ല ജനറേഷൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ജെൻ സി തന്നെയാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇത്തിരി സമയമെടുത്തേക്കാം, പക്ഷേ ലീഡർഷിപ്പ് റോളിലേക്ക് സാഹചര്യങ്ങൾ അവരെ തീർച്ചയായിട്ടും നമ്മളെക്കാളൊക്കെ നല്ല ലീഡേഴ്സ് ആക്കും അവരെ. കാരണം അവർക്ക് ടെക്നോളജി അറിയാം, അവർ വളരെ ഫാസ്റ്റാണ്, പ്രൊവാക്റ്റീവാണ്. അതിൻ്റെയൊക്കെ ഒരു തെളിവാണ് ഈ ഇരിക്കുന്ന കുര്യൻ. അദ്ദേഹം ചിലപ്പോൾ സുഖസൗകര്യങ്ങൾ ജനിച്ച ആളായിരിക്കാം, കംഫർട്ട് സോണിലേക്ക് പോയേക്കാം, പക്ഷെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. യുവതലമുറ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള പൈസ വെച്ച് ആ കംഫർട്ടിൽ ഞാൻ ജീവിക്കില്ല, ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി. എന്നാൽ അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ട്, പണമുണ്ടെങ്കിലേ സമൂഹത്തിൽ നമുക്ക് ബഹുമാനം, റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ. ആ റെസ്പെക്റ്റ് ഏൺ ചെയ്യണമെങ്കിൽ കഠിനാധ്വാനം തന്നെ ചെയ്യണം. അതിന് ആദ്യം തൊഴിലാണ് കണ്ടെത്തിയത്, അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു മേഖല കണ്ടെത്തി, അതിൽ അദ്ദേഹം വിജയിച്ച് കാണിച്ചു. അത് വെറുതെയുള്ള വിജയമല്ല, അത് അധ്വാനിച്ച് തന്നെയാണ്. ഇനിയും വലിയ സ്വപ്നങ്ങളുണ്ട് നമുക്കുണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഇത്തരം വലിയ വിഷനുള്ള, അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യാനുള്ള, ദൈവഭയമുള്ള നല്ല ചെറുപ്പക്കാർ. കുര്യൻ, താങ്ക് യു സോ മച്ച്. വളരെ ചെറിയ, താങ്കൾ പറഞ്ഞു വലിയ വിജയം നേടിയിട്ടില്ല, വലിയ വിജയങ്ങളല്ല, ചെറിയ വിജയങ്ങളാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സ്പാർക്കിൻ്റെ വേദിയിൽ വന്നിരുന്ന് താങ്കൾ എൻ്റെ മകൻ്റെ സുഹൃത്ത് കൂടിയാണ്, ഒരു പരിചയം വെച്ച് വണ്ടിഭ്രാന്താണ്. അപ്പോൾ ആ വണ്ടിഭ്രാന്ത് നിങ്ങളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. പക്ഷെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വെച്ച് താങ്കളുടെ തലമുറയെപ്പെട്ട് താങ്കളുടെ ആശയങ്ങളും എങ്ങനെ ഈ തലമുറ ചിന്തിക്കുന്നു എന്നൊക്കെ മുന്നോട്ട് വയ്ക്കാൻ. അതൊരു നല്ല മെസ്സേജ് തന്നെയാണ് സൊസൈറ്റിക്ക് കൊടുക്കുക. താങ്കൾക്കും താങ്കളുടെ സംരംഭത്തിനും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും നന്ദി. താങ്ക് യു സർ.